നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. അതിൽ തന്നെ യൂണിറ്റ് 2 പേജ് നമ്പർ 45 ഡ്രീംസ് റിയലൈസ്ഡ്. അതിലെ ചോദ്യോത്തരങ്ങളാണ് പേജ് നമ്പർ 45-ലുള്ളത്. ലെറ്റസ് റിവൈൻഡ് എന്നുള്ള ഭാഗം കേട്ടോ. ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ പകുതി ഇപ്പോൾ ഇടും, ബാക്കി പകുതി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. തൊട്ട് പിറവിന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിൽ വീഡിയോ ലെങ്തി ആവുമേ, അതുകൊണ്ടാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ മക്കളെ നോക്കിയേ, പേജ് നമ്പർ 46 എന്താണ്? ലെറ്റസ് റിവൈൻഡ്. നോക്കിയേ, റീവിസിറ്റ് ദ പാസേജ് ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ഈ ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ചാപ്റ്ററിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ, എന്നിട്ട് എഴുതണേ. കംപ്ലീറ്റ് ടേബിൾ ബിലോ. നോക്കി, അക്കോർഡിംഗ് ടു ഗാന്ധിജിയെ പറ്റിയിട്ട് ഗാന്ധിജി എന്താണ് പറയുന്നത്? ഏതിനെ പറ്റിയാ? നോൺ വയലൻസിനെ പറ്റി, റിയൽ എഡ്യൂക്കേഷൻ, ഇതിനെയൊക്കെ പറ്റി. അക്കോർഡിംഗ് ടു ഗാന്ധിജി നോൺ വയലൻസ് ഈസ് വാട്ട്? അക്കോർഡിംഗ് ടു ഗാന്ധിജി റിയൽ എഡ്യൂക്കേഷൻ ഈസ് വാട്ട്? ഇത് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ? അതാണ് നമ്മൾ എഴുതേണ്ടത്. 3 വരെയുണ്ട്. അപ്പോൾ നമുക്ക് 3 പോയിൻ്റ് ആയിട്ടങ്ങ് എഴുതാം. എന്താണ് അക്കോർഡിംഗ് ടു ഗാന്ധിജി നോൺ വയലൻസ് ഈസ് വാട്ട്? നമ്മൾ പഠിച്ചില്ലേ എന്താണ്? നോ വെപ്പൺ ഓഫ് ദ വീക്ക് ബട്ട് ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ്. 1. ദ വെപ്പൺ ഓഫ് ദോസ് ഹു ആർ സ്ട്രോങ് അറ്റ് ഹാർട്ട്. പിന്നെ ദി അൺബ്രേക്കബിൾ റിസോൾവ് ടു വിത്ത്സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് ആൻഡ് നോട്ട് ടു റിറ്റാലിയേറ്റ്. ഇതൊക്കെ ടെക്സ്റ്റിലെ വാക്കുകൾ തന്നെയാണ് കേട്ടോ. ഇത് ഇത്രയുമാണ് അതിനകത്തുള്ളത്. റിയൽ എഡ്യൂക്കേഷൻ എന്താണ്? റിയൽ എഡ്യൂക്കേഷൻ ഈസ് not packing the brain with facts and figures, not passing examinations by reading numerous books, developing one's character. ഇത് ഇത്രയുമാണ്. ഇനി what is Gandhiji's message of non-violence to the youth? യൂത്തിന് നോൺ വയലൻസിനെ പറ്റിയിട്ട് എന്ത് മെസ്സേജാണ് ഗാന്ധിജി പറയുന്നത്? ഒത്തിരി പറയുന്നില്ല ഇതിനകത്ത്. നോക്കി എന്താണ് നമുക്ക് എഴുതേണ്ടുന്നത്? If we explore the possibilities of non-violence, we would find that without strong character, it would be a fruitless effort. For India's independence movement to succeed, the intellectual support of the entire world was necessary. എന്താണ് നോൺ വയലൻസ് എന്ന് പറയുന്നത്? അഹിംസ. ആരെയും എടുത്ത് ഇങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ആളെടുത്ത് പോലും തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ നേരിടാതെ നമ്മളതൊക്കെ സഹിച്ച് അഹിംസയിലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അല്ലേ? പിന്നെ എന്തും പറയുന്നുണ്ട്? ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് എന്തും വേണം? അത് ഇൻ്റലക്ച്വൽ സപ്പോർട്ട്. ആരുടെയൊക്കെ? വേൾഡിലുള്ള എല്ലാവരുടെയും ഒരു എൻറ്റയർ വേൾഡിന് ഇൻ്റലക്ച്വൽ സപ്പോർട്ട് നമ്മുടെ ഇൻഡിപെൻഡൻസിന് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. കാര്യം ആ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഗാന്ധിജി അവിടെ പറയുന്നുണ്ട് അല്ലേ? പിന്നെന്താണ്? 3. Gandhiji is of the opinion that real education caters to the development of one's character. How far is this true of yourself? Explain based on your own experience. എന്താണ് റിയൽ എഡ്യൂക്കേഷൻ? അതിനെ പറ്റിയിട്ട് ഒരാളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ ഫോർമേഷനാണ് റിയൽ എഡ്യൂക്കേഷൻ എന്ന് ആര് പറയുന്നുണ്ടായിരുന്നു? ഗാന്ധിജി പറയുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഓൺ സെൻറ്റൻസിൽ സ്വന്തം ഐഡിയ ആണ് എഴുതേണ്ടുന്നത്. എന്തായാലും ഒരെണ്ണം തരാം കേട്ടോ. ഗാന്ധിജി ബിലീവ് ദാറ്റ് ട്രൂ എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് ബിൽഡിംഗ് ഗുഡ് ക്യാരക്ടർ. എന്താ ഗാന്ധിജി എന്താ പറയുന്നത്? ട്രൂ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ വേണ്ടുന്നത്? നമ്മുടെ ഒരു ക്യാരക്ടർ, നല്ല ക്യാരക്ടർ ഫോം ചെയ്യുക എന്നുള്ളത്. ഐ അഗ്രി വിത്ത് ദിസ്. ഞാൻ ഇതുമായിട്ട് ഉറപ്പായും എഗ്രി ചെയ്യുന്നുണ്ട്. ഫോർ മീ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലേണിംഗ് ഫാക്ട്സ് ബട്ട് അബൌട്ട് ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ഫാക്ട്സ് പഠിക്കുക എന്നുള്ളതല്ല എഡ്യൂക്കേഷൻ. ഒരു ബെറ്റർ പേഴ്സൺ ആവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ. ഫോർ എക്സാമ്പിൾ, വർക്കിംഗ് വിത്ത് അതേഴ്സ് ഹാസ് ടോട്ട് മീ ടീം വർക്ക്, കൈൻഡ്നെസ് ആൻഡ് ലീഡർഷിപ്പ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഉറപ്പായിട്ട് പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ഗ്രൂപ്പുകൾ ഒരുപാടില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്? ടീം വർക്കിൻ്റെ ഒരു ഗുണം, അതുപോലെ കൈൻഡ്നെസ് അല്ലേ, അതുപോലെ ലീഡർഷിപ്പ്, ഇതൊക്കെ നിങ്ങൾക്കുണ്ട് അല്ലേ? ഒരു സിമ്പതി, എംപതി, ഈ ക്വാളിറ്റീസ് ഒക്കെ ഇതിലൂടെയാണ് നിങ്ങൾക്ക് ഉണ്ടായത്. ദീസ് ലെസൺസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ റിയൽ ലൈഫ്. റിയൽ ലൈഫിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഹാവ് ലേൺ ദാറ്റ് ബീങ് ഓണസ്റ്റ് ആൻഡ് കൈൻഡ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഡൂയിങ് വെൽ ഇൻ സ്കൂൾ. ബീങ് ഓണസ്റ്റ് എന്താണ്? സത്യസന്ധമായിരിക്കുക, അതുപോലെ തന്നെ കൈൻഡുമായിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾക്ക് സ്കൂളിൽ മറ്റു കാര്യങ്ങളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. Gandhiji's idea that education is about personal growth is something I try to follow.
ഞാനത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്താണ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് എന്നുള്ളത് ഞാൻ എഡ്യൂക്കേഷനിലൂടെ ഞാനും അത് തന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇറ്റ് റിമൈൻഡ്സ് മീ ദാറ്റ് ലേണിംഗ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ എക്സാംസ് ബട്ട് ഫോർ ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. എന്നെ അത് ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. എന്ത് ലേണിംഗ് എന്ന് പറയുന്നത് എക്സാംസിന് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നത് എന്നെ ഇത് ആ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നില്ല. എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഇതൊക്കെയാണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പോയിൻറ്റ്സ് വേണമെങ്കിൽ എഴുതാം. ഇനി വാട്ട് ഈസ് ഗാന്ധിജീസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ യൂസ് ഓഫ് ദ സ്പിന്നിങ് വീൽ? സ്പിന്നിങ് വീൽ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഗാന്ധിജിയുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്തായിരുന്നു? ഇപ്പോൾ ഒരു 6 മാസക്കാലമായിട്ട് അവിടുത്തെ പെസൻസിനൊന്നും എന്തുണ്ടായിരുന്നില്ല, കൂലി ഉണ്ടായിരുന്നു, അവർ പട്ടിണിയായിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെ കേട്ടോ. Gandhiji encouraged the peasants to start using spinning wheels again because the entire peasant population of India faced 6 months of unemployment. 6 മാസമായിട്ട് അവർക്ക് ജോലിയില്ല. അപ്പോൾ ഗാന്ധിജി തന്നെയാണ് അവരോട് എന്ത് പറയുന്നത്? നിങ്ങൾ വീണ്ടും എന്ത് സ്റ്റാർട്ട് ചെയ്യണം? നിങ്ങൾ ഈ സ്പിന്നിങ് വീൽ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നു. He believed that every nation should be self-sufficient in producing cloth and food. അത് പറയുന്നുണ്ടല്ലേ, എല്ലാ നേഷനും എന്തിൽ, ക്ലോത്തിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. ഹി സെഡ് വി വെയർ സെൽഫ് സഫിഷ്യൻറ്റ് ബിഫോർ ആൻഡ് വോണ്ട് ടു ബി സോ അഗെയിൻ. നമ്മൾ പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾക്ക് ഭക്ഷണത്തിനും നമ്മുടെ വസ്ത്രത്തിനും നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഇനിയും നമ്മൾ എന്ത് തന്നെ ആയിരിക്കണം? ഇങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളെപ്പോഴും സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. കാര്യം എന്താ, ഇഷ്ടംപോലെ കോട്ടനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന നാടാണ് നമ്മുടേത്. ഇഷ്ടംപോലെ കൃഷി ചെയ്യാനായിട്ട് ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുള്ള നാടാണ് നമ്മുടേത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ള രാജ്യത്തെ ആശ്രയിക്കണം? ശരിക്കും ഇപ്പോഴും ആ ക്വസ്റ്റ്യൻ റിലവൻ്റ് തന്നെയാണ് അല്ലേ? ചിന്തിച്ച് നോക്ക്. ഇനി ഡിസ്ക്രൈബ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ഗാന്ധിജി ആൻഡ് ചാപ്ലിൻ. ഗാന്ധിജിയും ചാപ്ലിനും മീറ്റ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ചാപ്ലിൻ ഒരു റിക്വസ്റ്റ് ഗാന്ധിജിയെ കാണണം എന്ന് പറയുമ്പോൾ ഗാന്ധി ചോദിക്കുന്നില്ലേ ആരാണ് ചാപ്ലിൻ എന്ന്, ഇല്ലേ? അപ്പോൾ അത് ഇവിടെ എന്താണ്? when Gandhiji was informed that Mr. Charlie Chaplin wanted to meet him, he innocently asked who he was. ഗാന്ധിജിയോട് ഒന്ന് പറയുകയാണ്, എന്താണ്, ചാർലി ചാപ്ലിന് താങ്കളെ ഒന്ന് കാണണം. അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാണ് അദ്ദേഹം എന്ന് ചോദിക്കുന്നു. However, when he learned that Mr. Chaplin came from the people, lived for the people and made millions laugh, Gandhiji happily agreed to meet him. അല്ലേ, ജനങ്ങൾക്കിടയിൽ നിന്നും വന്ന ആളാണ്, എന്നിട്ട് ആർക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്? ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. അതുപോലെ ഇപ്പോഴും ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോഴാണ് എഗ്രി ചെയ്തത് കാണാനായിട്ട്. ഇനി ലെറ്റ് us റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്നുള്ള ഭാഗമാണ് ഇനി കേട്ടോ. മക്കളെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അടിച്ച് കളയല്ലേ. നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ലൈക്ക് കുറവാണ്, ഇഷ്ടമാകത്തോണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇഷ്ടമായിട്ടും ലൈക്ക് ചെയ്തിരിക്കല്ലേ മക്കളെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഹൈസ്കൂളുകാർക്ക് മാത്രമേ കമൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റുള്ളൂ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ലെറ്റ് us റീകാൾ ആൻഡ് റിക്രിയേറ്റ്. മക്കളെ, ലെറ്റ് us റീകാൾ ആൻഡ് റിക്രിയേറ്റിനകത്ത് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ആർ ഇൻവൈറ്റഡ് ടു ഇൻട്രൊഡ്യൂസ് ദ ലെസൺ ഡ്രീംസ് റിയലൈസ്ഡ് ഫോർ ആൻ എപ്പിസോഡ് ടു ബി ടെലികാസ്റ്റ് ബൈ കൈറ്റ് പിക്ചേഴ്സ്. കൈറ്റ് പിക്ചേഴ്സിൽ ഈ ഡ്രീംസ് റിയലൈസിനെ പറ്റിയിട്ട് ഒരു എപ്പിസോഡ് ഇടണം. അപ്പോൾ നിങ്ങളെ അതിന് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി നിങ്ങളെ വിളിക്കുകയാണേ. നോട്ട് ദ മേജർ പോയിൻറ്റ്സ് ആൻഡ് പ്രിപ്പയർ യുവർ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ ഇതിൻ്റെ മേജർ പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് ഇൻട്രൊഡക്ഷൻ എഴുതണം. യു മേ കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് ആൻഡ് യൂസ് ഇറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഈ ബോക്സിൽ തന്നിരിക്കുന്ന അതാ നോക്കിയേ, ഇതിലെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ഇത് ഫില്ല് ചെയ്തങ്ങ് എഴുതുന്നതിനെക്കാട്ടിയും ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നല്ല രീതിയിൽ എഴുതാം, അതായിരിക്കും ബെറ്റർ. ഇതിലിപ്പോൾ വേണ്ട പോയിൻറ്റ്സ്, ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട് ഗാന്ധിജി അറ്റൻഡഡ് സെവറൽ മീറ്റിംഗ്സ് എന്നുള്ളത്, പിന്നെ നോൺ വയലൻസിനെ പറ്റി, പിന്നെ ചാപ്ലിൻ അതിനെപ്പറ്റി, ചാപ്ലിൻ എന്താണ് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കുമ്പോഴത്തത്, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എങ്ങനെ സോൾവ് ചെയ്യണം, റിയൽ എഡ്യൂക്കേഷൻ എന്താണ്, വിമൻ അവരുടെ നമ്മുടെ നാട്ടിലെ വിമനെ പറ്റി പറഞ്ഞത്, ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ടുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ, ഇതൊക്കെ ചേർത്ത് നമുക്കങ്ങ് എഴുതാം. എഴുതേണ്ടുന്നത്, വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ് ഓഫ് കൈറ്റ് പിക്ചേഴ്സ്. ഇൻ ദിസ് ലെസൺ ടൈറ്റിൽ ഡ്രീംസ് റിയലൈസ്ഡ് we explore a significant chapter in India's struggle for independence led by മഹാത്മാ ഗാന്ധി. അല്ലേ, മഹാത്മാഗാന്ധി ലെഡ് ചെയ്ത നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ചാപ്റ്റർ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. This episode highlights Gandhiji's visit to England, where he was honored by many, including students from France,
who saw him as a beacon of hope for a war-weary Europe. അല്ലേ, ഫ്രാൻസിലെ ആൾക്കാർ അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇനി ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട്, Gandhiji attended many meetings where he shared his message of non-violence. He taught that true bravery is not in fighting back, but in standing strong without retaliation. Gandhiji met Charlie Chaplin, who asked him about his views on machinery. Gandhiji explained how traditional crafts like spinning could help solve unemployment in India. He also spoke about real education, saying it is more about building character than just learning facts. Gandhiji praised the courage of Indian women in the freedom struggle, highlighting their important role. Finally, Gandhiji shared his idea of independence. He believed it was a birthright that must be earned through sacrifice and non-violence. Stay with us as we explore these powerful ideas in Dreams Realized. ഇത്രയുമാണ് ഗാന്ധിജി പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരുപാട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. തൽക്കാലം ഇത്രയും മതി. ഇനി രണ്ടാമത്തത്, ഇമാജിൻ യു ആർ വൺ ഓഫ് ദി വിമൻ ഹു ടുക്ക് പാർട്ട് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ യുവർ ഫ്രണ്ട്സ് ആൻഡ് യുവർ സെൽഫ്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. അപ്പം നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫ്രീഡം സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വനിതകളിൽ ഒരാളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ നിന്ന ആ സ്ത്രീകളും എന്തൊക്കെയാണ് അനുഭവിച്ചത് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. ഇങ്ങനെ തുടങ്ങാം. ഗാന്ധിജീസ് കോൾ ടു ദ വിമൻ ഓഫ് ഇന്ത്യ ബ്രോട്ട് മീ ഔട്ട് ഓഫ് ദ 4 walls ഓഫ് മൈ ഹോം. അല്ലേ, ഗാന്ധിജിയുടെ ആ ഒരു വിളി സ്ത്രീകളെ വിളിക്കുന്നില്ലേ, അതാണ് എൻ്റെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്നും എന്നെ പുറത്തേക്ക് വലിച്ച പ്രധാന ഘടകം. എന്നിട്ടെന്ത് പറയാം? It was a call we could not ignore. We stepped out, not just as mothers, wives or daughters, but as warriors in our own right, fighting for the freedom of our beloved country. അല്ലേ, ഞങ്ങൾ വെറും അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ സഹോദരിയോ ഒന്നുമായിട്ടല്ല, നമ്മുടെ നാട്ടിനേക്കുള്ള ഫൈറ്റേഴ്സായിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. അല്ലേ, ദ സ്ട്രെങ്ത് ഓഫ് അവർ ഹാർട്ട്സ് became our greatest weapon, for we chose the path of non-violence, even as we defied the law. ലോ ഡിഫൈ ചെയ്തു ഞങ്ങളല്ലേ, എന്നിട്ട് പോലും ഞങ്ങൾ നോൺ വയലൻസിൻ്റെ പാതയാണ് ഞങ്ങളും സ്വീകരിച്ചത്. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കരുത്തായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വെപ്പൺ. ഐ റിമെമ്പർ ദ ഡേ വി ടുക്ക് പാർട്ട് ഇൻ ദ പ്രൊസഷൻ, മാർച്ചിങ് സൈഡ് ബൈ സൈഡ്, അവർ സ്പിരിറ്റ്സ് ഹൈ ഡിസ്പൈറ്റ് നോയിങ് ദ ഡേഞ്ചേഴ്സ് അഹെഡ്. വി ന്യൂ വി കുഡ് ഫേസ് ദ പോലീസ്, ദെയർ ലാത്തീസ് റേസ്ഡ്, ബട്ട് വി സ്റ്റുഡ് അൺഫ്ലിഞ്ചിങ്ലി പ്രിപ്പയർഡ് ഫോർ വാട്ട് എവർ കെയിം അവർ വേ. അപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മുന്നിൽ ഇനി പോലീസ് വരും, ലാത്തികളുടെ അടി കൊള്ളേണ്ടി വരും, ഒരുപാട് ഡേഞ്ചറുകൾ ഞങ്ങളുടെ മുന്നിലൊക്കെ വരും അല്ലേ, എന്നിട്ട് പോലും ഞങ്ങൾ ധൈര്യമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അല്ലേ. വെൻ ദ ബ്ലോസ് ഫെൽ വി ബോർ ദം വിത്തൗട്ട് എ ക്രൈ. ഞങ്ങൾക്ക് അടി കിട്ടി, പക്ഷെ ഞങ്ങൾ കരഞ്ഞില്ല. ഈവൻ ആസ് ദ പാത്ത് സർജ്ഡ് ത്രൂ അസ് ആൻഡ് അവർ ബോഡീസ് ബ്ലഡ് പ്രൊഫ്യൂസ്ലി, അവർ ബ്രേവറി വാസ് നോട്ട് ഇൻ സ്ട്രൈക്കിംഗ് ബാക്ക് ബട്ട് ഇൻ എൻജോറിങ് ദ വയലൻസ് വിത്ത് സൈലൻറ്റ് ഡിഗ്നിറ്റി. അല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അടികൊള്ളും, ഒരുപാട് ബ്ലഡ് വരും, എന്തൊക്കെ ആയാൽ പോലും തിരിച്ച് ഉപദ്രവിക്കാൻ പാടില്ല. കാര്യം അതാണ് നോൺ വയലൻസ്. നമ്മളുടെ മാർഗം എന്ന് പറഞ്ഞത് എന്തല്ല, സ്ട്രൈക്കിംഗ് ബാക്ക് അല്ല. വയലൻസിനെതിരെ ഞങ്ങൾ വയലൻസ് ചെയ്യില്ല, പകരം വിത്ത് സൈലൻറ്റ് ഡിഗ്നിറ്റിയിലൂടെ ഞങ്ങൾ നേരിടും എന്നുള്ളത്. മെനി ഓഫ് us were arrested, our numbers so great that we filled the jails. അല്ലേ, ഞങ്ങൾ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിറച്ചു, അത്രത്തോളം പേരുണ്ടായിരുന്നു ഞങ്ങൾ. But even behind bars, we did not waver. We knew our sufferings was a small price to pay for the freedom of our nation. The women of India came to the forefront of the struggle, not with weapons, but with an unbreakable will. We defied the law, stood strong, and never raised a finger in retaliation, embodied the very essence of Gandhiji's teachings. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നു, ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ചെറുവിരൽ പോലും ആർക്കെതിരെയും ഞങ്ങൾ അനക്കിയില്ല അല്ലേ. ഞങ്ങളൊരു വെപ്പൺസും ഇല്ലാതെയാണ് അവിടെ നിന്നത്, പക്ഷേ ഞങ്ങൾക്ക് അൺബ്രേക്കബിൾ വില്ലുണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, ലോയൊക്കെ തെറ്റിച്ചെങ്കിൽ പോലും ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു, ഒരു വിരൽ പോലും ഞങ്ങൾ അനക്കിയില്ല. ഗാന്ധിജിയുടെ ടീച്ചിങ്സ് ആയിരുന്നു ഞങ്ങളുടെ മാതൃക. അവർ ജേർണി വാസ് ഹാർഡ് ആൻഡ് ദ ഹാർഡ്ഷിപ്സ് വെയർ മെനി, ബട്ട് ത്രൂ ഇറ്റ് ഓൾ വി ന്യൂ വി വെയർ പാർട്ട് ഓഫ് സംതിങ് മച്ച് ഗ്രേറ്റർ. വളരെ ഹാർഡായിട്ട് ഞങ്ങൾ ജേർണി നടത്തി, പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു എന്തോ വലിയൊരു കാര്യത്തിൻ്റെ ഭംഗാവുകയാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. വി വെയർ നോട്ട് ജസ്റ്റ് ഫൈറ്റിംഗ് ഫോർ അവർ സെൽവ്സ്,
but for the generations to come, and that gave us the strength to carry on. ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സമരം ചെയ്തത്, അല്ലെങ്കിൽ അടികൊണ്ടത്, അല്ലെങ്കിൽ ഇത്രയും രക്തമൊഴുക്കിയത്. എന്തിനു വേണ്ടിയാണ്? ഇനി വരുന്ന ജനറേഷൻസിന് വേണ്ടിയും കൂടിയാണ്, അല്ലേ? ആ ഒരു സ്ട്രെങ്ത്താണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എളുപ്പമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് ഗാന്ധിജി ഈസ് ഇൻ്റർവ്യൂഡ് ബൈ സം ഓഫ് ദ ഫ്രഞ്ച് സ്റ്റുഡൻസ് ഹു ഓർഗനൈസ് ദ റിസപ്ഷൻ. ഫ്രെയിം എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ദാറ്റ് ദേ വുഡ് ആസ്ക്. ഇനി ഫ്രാൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, കുറേ സ്റ്റുഡൻസൊക്കെ മീറ്റ് ചെയ്തു എന്ന്. അപ്പോൾ അവർ ഗാന്ധിജി ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാണ്. അവർ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കില്ലേ? എന്തൊക്കെ ആയിരിക്കാം? കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസ് എങ്കിലും എഴുതണം. നോക്കിയേ. വാട്ട് ഇൻസ്പയർഡ് യു ടു അഡോപ്റ്റ് നോൺ വയലൻസ് ആസ് എ മെത്തേഡ് ഫോർ അച്ചീവിങ് യുവർ ഗോൾസ്? ചോദിച്ചൂടെ? പിന്നെ വാട്ട് റോൾ ഡു യു ബിലീവ് എഡ്യൂക്കേഷൻ പ്ലേസ് ഇൻ സപ്പോർട്ടിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലൻസ്? വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു കൺവേ ടു ദ യൂത്ത് ഓഫ് യൂറോപ്പ് ഹു ആർ സീക്കിംഗ് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദ വേൾഡ്? ഇതിൻ്റെ അർത്ഥം പറയണോ? വേണോ? നോൺ വയലൻസിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്, അല്ലേ? എന്താണ് നോൺ വയലൻസ് അഡോപ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം? പിന്നെന്താണ് എഡ്യൂക്കേഷൻ? വാട്ട് റോൾ ഡു യു ബിലീവ് എഡ്യൂക്കേഷൻ പ്ലേസ് ഇൻ സപ്പോർട്ടിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലൻസ്? നോൺ വയലൻസിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ എഡ്യൂക്കേഷന് എന്ത് റോളാണുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? പിന്നെ വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു കൺവേ ടു ദ യൂത്ത് ഓഫ് യൂറോപ്പ് ഹു ആർ സീക്കിംഗ് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദ വേൾഡ്? ലോകത്തിൽ കുറേ മാറ്റമുണ്ടായി ആഗ്രഹിക്കുന്ന കുറേ യൂറോപ്പിലെ ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? അടുത്തത്, കുഡ് യു ഡിസ്ക്രൈബ് സം ഓഫ് ദ മേജർ ചലഞ്ചസ് യു ഹാവ് ഫേസ്ഡ് ഇൻ യുവർ ഫൈറ്റ് ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടത്തിയ സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടില്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാമോ? ഇനി വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ദ റോൾ ഓഫ് വിമൻ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ മൂവ്മെൻറ്റ്? ഇനി റോൾ ഓഫ് വിമൻ, ഫ്രീഡം ആ സ്ട്രഗിൾ സമയത്ത് ഒരുപാട് സ്ത്രീകളുടെ റോൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ, അതിനെയൊക്കെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് കോൺവെർസേഷനാണ്. തൽക്കാലം കോൺവെർസേഷനും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കത്തുള്ളൂ. കാര്യം വീഡിയോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് ലെങ്തിയാണ് കേട്ടോ. ഗാന്ധിജി സെക്രട്ടറി ഇൻഫോംസ് ഹിം ദാറ്റ് ചാപ്ലിൻ വിഷസ് ടു മീറ്റ് ഹിം. As Gandhiji does not know Chaplin, the secretary tells him about Chaplin. Write the likely conversation between Gandhiji and the secretary. അറിയാമല്ലോ, സെക്രട്ടറി വന്ന് പറയുന്നുണ്ട് എന്താണ്, ചാർലി ചാപ്ലിൻ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ചാപ്ലിൻ എന്നുള്ളത് ഗാന്ധിജിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ. മക്കളെ, നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളല്ലേ. നമ്മളെന്ത് പറയും? ഹലോ, ഗുഡ് മോർണിംഗ് പറയും. പിന്നെ നമ്മൾ എന്ത് പറയും? ഹൗ ആർ യു ചോദിക്കും. ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ് നമ്മൾ സമയമൊക്കെ കളയുമല്ലേ. മക്കളെ, അങ്ങനെ എഴുതരുത്. കുറച്ച് പോയിൻറ്റ്സിലോട്ട് ഡയറക്റ്റായിട്ട് നമുക്കങ്ങ് കടക്കാം കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ മക്കളെ നിങ്ങൾ തന്നെ എഴുതണേ. ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം, തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഇത് എഴുതാവൂ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതണേ. അപ്പോൾ പറയുകയാണേ, സെക്രട്ടറി ജി, മിസ്റ്റർ ചാർലി ചാപ്ലിൻ വോണ്ട്സ് ടു മീറ്റ് യു. ഗാന്ധിജി, ചാർലി ചാപ്ലിൻ, ഹൂ ഈസ് ഹി? സെക്രട്ടറി, ഹീ ഈസ് എ ഫേമസ് ഫിലിം ആക്ടർ ആൻഡ് കൊമേഡിയൻ. ഹി മെയ്ഡ് മെനി സൈലൻറ്റ് ഫിലിംസ്. ഹി ഹാസ് മെയ്ഡ് മില്യൻസ് ഓഫ് പീപ്പിൾ ലവ്. Gandhiji, interesting. Why does he want to meet me? He is curious about your ideas on non-violence and your spinning wheel. He wants to understand your views better. Gandhiji, that sounds good. When can we meet? Secretary, I will arrange a time that works for both of you. Is there anything specific you want to discuss with him? Gandhiji, I want to talk about why self-sufficiency is important for India and explain my views on machinery and non-violence. I am also interested in hearing his thoughts. Secretary, I will set up the meeting and let you know the details. I am sure it will be a valuable conversation. Gandhiji, thank you. I look forward to it. കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്ര എഴുതിയാൽ മതി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നെങ്കിൽ എപ്പോഴും പറയുമോ അല്ലേ മക്കളെ എന്ന് എഴുതി നോക്കണം. കാര്യം കുറേ പിള്ളേർ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോഴും +2 പഠിക്കുന്ന പിള്ളേർ പറയും, ടീച്ചറെ ഞങ്ങൾക്ക് ഇപ്പോഴും സ്വന്തമായിട്ട് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിഗ്രിയൊക്കെ ആകുമ്പോൾ സ്വന്തമായിട്ട് എഴുതണം, എന്താ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്നേ ഞാൻ പറയുമായിരുന്നു പിള്ളേർക്ക് നോട്ട്സ് കൊടുക്കുമ്പോഴും സ്വന്തമായിട്ട് എഴുതണം എന്നുള്ളത്. അത് നിങ്ങളടുത്ത് ഇപ്പോൾ എനിക്ക് കമൻറ്റ് വരുന്നത് എന്താണെന്നറിയാമോ, സ്വന്തമായിട്ടൊക്കെ എഴുതാൻ നോക്കുമെങ്കിൽ നിങ്ങളടുത്ത് എന്തിനാണ് ഞങ്ങൾ വീഡിയോ കാണുന്നത്? എൻ്റെ മക്കളെ, നിങ്ങളിത് നോക്കി എഴുതിക്കോ, അല്ലെങ്കിൽ വേറെ ചാനൽ നോക്കി എഴുതിക്കോ, അല്ലെങ്കിൽ ലേബറിൻ്റെ എന്ത് വേണോ നോക്കി എഴുതിക്കോ. നമ്മൾക്ക് അതിൽ നമ്മളല്ലല്ലോ, നിങ്ങളാണ് നാളെ അതിൽ വിഷമിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി നോക്കണം. ആദ്യം വരുന്ന തെറ്റുകളൊക്കെ നമുക്ക് തിരുത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് തന്നെ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്തുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. മിടുക്കരായിട്ട് പഠിക്കണം. എക്സാമിന് മുമ്പ് കുറേ വീഡിയോസ് ഇടാം. ഓൾ ദി ബെസ്റ്റ്.